അത് ഇന്നത്തെ കാലഘട്ടത്തിനകത്തിലെ സാർ ആ മാരിടൈം രംഗത്തെ കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നത്, ലോകം ആര് കീഴ്പ്പെടുത്തും എന്ന് ചോദിച്ചാൽ ആരാണോ സമുദ്രത്തെ കീഴ്പ്പെടുത്തുന്നത് അവരായിരിക്കും ലോകത്തെ കീഴ്പ്പെടുത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ 95% of the world trade is happening through the sea and the multimodal transportation. പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് കൊടുക്കാൻ എന്തുണ്ട് ഈ നാട്ടിൽ? ആ ചോദ്യം വന്ന് വീഴുമ്പോൾ ഓരോ രക്ഷകർത്താവും, ഓരോ വിദ്യാർത്ഥിയും, ഓരോ യുവാക്കളും, നമ്മൾ ഇവിടെ നിന്നും വിദേശത്ത് നിന്നിട്ടുള്ള നമ്മൾ, അതിൽ കൂടുതൽ നമ്മളും സങ്കടപ്പെടും. പ്രവാസമൊന്നും അത്ര സുഖകരമല്ല. അതായത് ബ്ലൂ എക്കോണമി, ഓഷ്യൻ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹാത്താണ് ടൂറിസം എന്ന് പറയുന്നത്. ആ ടൂറിസത്തിനകത്തിൽ ഇന്ത്യ ഒരു സംസ്കാരത്തിന്റെ രാജ്യമാണ്. കേരളത്തിന്റെ എക്കോണമിയെയും കേരളത്തിന്റെ ജീവനാഡിയുമായിട്ട് നിൽക്കപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് മാതിരിയുള്ളിടത്തേക്ക് നമ്മുടെ സഹോദരങ്ങളുടെ ജോലിയും ബിസിനസ്സും എല്ലാം അസ്ഥിരത്വത്തിലേക്ക് മാറി. ഒരു 38 കിലോമീറ്റർ മാത്രമുള്ള ഒരു കടലെടുക്ക് തരുന്ന മെസ്സേജ്. 1971 തുടങ്ങിയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി ഇന്ന് നമ്മൾ പറയുന്നു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് MSC വന്നു, അല്ലെ മേഷ്ക് വന്നു, അല്ലെ CMSEG. 71 വന്നേക്കുന്ന ഒരു ഷിപ്പിംഗ് കമ്പനി കഴിഞ്ഞ 56 വർഷം കൊണ്ട് ലോക ചരക്ക് വ്യാപാരത്തിന്റെ 20% കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തി മുന്നോട്ട് വരുന്നു. എന്തുകൊണ്ട് മലയാളിക്ക് ഇതിന് പറ്റുന്നില്ല? നമ്മൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്. നമസ്കാരം. മുഖ്യമന്ത്രി VD സതീശൻ ബഡ്ജറ്റ് അവതരണത്തിൽ പ്രധാനമായും പ്രഖ്യാപിച്ച ഒന്നായിരുന്നു മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. എന്നാൽ ഈ മിഷൻ സമുദ്ര പ്രഖ്യാപനത്തിന് ശേഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരിപാടിയും നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരുന്നില്ല. എന്നാൽ മാരിടൈം മഹോത്സവം എന്നുള്ള പരിപാടി ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരണത്തിൽ മിഷൻ സമുദ്ര എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന തുറമുഖ വിദഗ്ധനായ നാണു വിശ്വനാഥനാണ് ഈ ഒരു ആശയം മുഖ്യമന്ത്രിയിലേക്ക് ആദ്യമായി എത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മാരിടൈം മഹോത്സവം എന്നുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ശ്രീ നാണു വിശ്വനാഥനും സംഘവുമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ മാരിടൈം മഹോത്സവം എന്ന പരിപാടിയിൽ സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്, ഒരു സഹോദരനോ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ആരെന്ന് എനിക്ക് പറയാനുള്ള വാക്കുകൾ എൻ്റെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് ചെല്ലുമ്പോൾ ആ കൈകളിലേക്കായിരുന്നു ഞാൻ ചെന്ന് വീഴുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ ദൈവമേ, ഇദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോർട്ടിൻ്റെ എങ്കിലും മിനിസ്റ്റർ ആയിരുന്നു എങ്കിൽ എത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തുമായിരുന്നു. ഓക്കെ, കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഏറ്റവും എനിക്ക് ആദരണീയനായിട്ടുള്ള, എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മൊത്തം, എൻ്റെ വിദ്യാർത്ഥികളോടും യൂണിവേഴ്സിറ്റികളോടും ഒക്കെ ഞാൻ സംവാദിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലെ ആ VD സതീശൻ സാർ എന്ന് പറയുമ്പോൾ ഒരു യങ് ബ്ലഡ് തിളയ്ക്കുകയാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിനകത്തിലെ സാർ ആ മാരിടൈം രംഗത്തെ കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നത്, ലോകം ആര് കീഴ്പ്പെടുത്തും എന്ന് ചോദിച്ചാൽ ആരാണോ സമുദ്രത്തെ കീഴ്പ്പെടുത്തുന്നത് അവരായിരിക്കും ലോകത്തെ കീഴ്പ്പെടുത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ 95% of the world trade is happening through the sea and the multimodal transportation. ഈ 7 ഭൂഖണ്ഡത്തിൽ തലങ്ങും വിലങ്ങും കടലിനെ ചേർത്ത് പിടിച്ചുകൊണ്ടും കരയും കടലും ആകാശവും കൂടെയുള്ള മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് ഈ ലോകത്തെ ഊട്ടുന്നത്. അതിന്റെ നെറുകയിൽ ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ഉയർന്നതാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പോർട്ട് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് തൊട്ട് 195 രാജ്യം വരെയുമുള്ള ലോകത്തിലേക്ക് സപ്ലൈ ചെയിൻ നടത്താൻ, ലോകത്തിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഇന്റർനാഷണൽ നിയമങ്ങളും ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ തരത്തിലുള്ള ഷിപ്പിംഗ് നിയമങ്ങളും ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസിനെയും അബ്സോർവ് ചെയ്ത് ഒരു രാജ്യത്തെ, ഒരു സ്റ്റേറ്റിനെ, ഗ്രാമത്തിലെ സാധാരണ മനുഷ്യരെ പോലും സുസ്ഥിര വികസനത്തിലേക്ക് സാറ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ഈ സമൂഹത്തോട്. പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് കൊടുക്കാൻ എന്തുണ്ട് ഈ നാട്ടിൽ? ആ ചോദ്യം വന്ന് വീഴുമ്പോൾ ഓരോ രക്ഷകർത്താവും, ഓരോ വിദ്യാർത്ഥിയും, ഓരോ യുവാക്കളും, നമ്മൾ ഇവിടെ നിന്നും വിദേശത്ത് നിന്നിട്ടുള്ള നമ്മൾ, അതിൽ കൂടുതൽ നമ്മളും സങ്കടപ്പെടും. പ്രവാസമൊന്നും അത്ര സുഖകരമല്ല. കാരണം കോവിഡ് വരുമ്പോഴും
മറ്റു കാര്യങ്ങൾ വരുമ്പോഴും യുദ്ധം വരുമ്പോഴും ഒക്കെ അച്ഛനമ്മമാർ നാട്ടിലാണ്. 10 മാസം നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന് വളർത്തി ഇത്രയൊക്കെ ആക്കിയതിൽ നിന്ന് മാറി നിൽക്കുന്നു. സാറിന്റെ ചില സ്പീച്ചുണ്ട്, മതിയോ ഈ നാട്ടിലെ ഇതേ തരത്തിലേക്കുള്ള വൃദ്ധസദനം? അപ്പം അത്തരത്തിലേക്കുള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ CM BD സാർ, പോർട്ട് മിനിസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ അതായത് ബ്ലൂ എക്കോണമി, ഓഷ്യൻ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹാർട്ടാണ് ടൂറിസം എന്ന് പറയുന്നത്. ആ ടൂറിസത്തിനകത്തിൽ ഇന്ത്യ ഒരു സംസ്കാരത്തിന്റെ രാജ്യമാണ്. നമ്മൾ പറയുന്നു മറ്റുള്ള അതിഥികളെ ബഹുമാനിക്കാൻ ഇത്രമാത്രം നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവുണ്ടല്ലോ, അത് ലോക പ്രശസ്തമാണ്. അതിനോട് കൂടി ഈ പറയുന്ന അല്പം പാട്ടും സംസ്കാരവും എല്ലാം കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുന്ന, എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാവുന്ന ലാളിത്യം, സ്നേഹം, ചിരിച്ചുകൊണ്ട് മാത്രം വർത്തമാനം പറയുന്ന, നമുക്ക് ഒരു എന്താ പറയുക പുഴയുടെ ആ താളവും ഒക്കെ കിട്ടുന്ന നമ്മളുടെ ഈ പറയുന്ന ടൂറിസം മിനിസ്റ്ററും സംസ്കാരത്തിലുള്ള PC വിഷ്ണുനാഥ് സാർ. അതുപോലെ ജലം, വാട്ടർ എവരിവെയർ, വെള്ളമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നിലനിൽപ്പ് എന്നുള്ളത്, ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന, സമന്വയിക്കുന്ന ഒരു വേദി. അതോടൊപ്പം തന്നെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാർഗോ വേണം, കണ്ടെയ്നർ വേണം, അതിനാവശ്യമായ മറ്റു തരത്തിലേക്കുള്ള ഇൻഡസ്ട്രി വേണം. കുഞ്ഞാലിക്കുട്ടി സാർ, അതായത് നമുക്ക് മാരിടൈം രംഗത്ത് പഠിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാറിനെ കുറിച്ച്. 2 തരത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, അദ്ദേഹം കൈകാര്യപ്പെടുന്ന IT 95% വ്യാപാരം നടക്കുന്നതിനകത്തിൽ കാർഗോ ലോഡ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രക്കുകൾ ഓടിക്കുന്നതോ ഒഴിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ കേരളത്തിലെ 17 നോൺ മേജർ തുറമുഖങ്ങളിൽ നിന്നോ എവിടെ നിന്നുകൊണ്ടോ നമ്മൾ ചെയ്യുന്ന എല്ലാ വ്യാപാരവും ലോക വ്യാപാരത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ട്രാക്കിംഗ്, അതിന്റെ ഡിജിറ്റലൈസേഷൻ, പേപ്പർലെസ് വേൾഡിലേക്കാണ് ഈ ലോകം മാറുന്നത്. ആ ഡിജിറ്റൽ വേൾഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് BTech കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ MTech കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ MCA കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലേക്കുള്ള IT സെക്ടറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അവിടെയും കുഞ്ഞാലിക്കുട്ടി സാർ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഏത് തിരമാല ആഞ്ഞടിച്ചാലും സുനാമി അടിച്ചാലും കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഒരു ചിരിയും ഒരു ലാളിത്യവും അതിനെ സോൾവ് ചെയ്യുന്ന രീതിയുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടതും അതാണ് അല്ലേ? ഇവിടത്തെ സുധീർ സാർ ഇവിടെ ഇരിക്കുന്നു, പിന്നെ ബിജു സാറൊക്കെ ഇരിക്കുന്നു, ഐസക് സാർ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ഉണ്ട്. ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിനകത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ആ കമ്മ്യൂണിക്കേഷൻ, ആ ലാളിത്യം. മല എങ്ങനെയൊക്കെ വന്നാലും ഞാൻ ഇവിടെ ഉണ്ട്, അത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മിനിസ്റ്റേഴ്സിനെയൊക്കെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ, എന്നെക്കാളും എന്നെ ശാസിക്കാനും വഴക്ക് പറയാനും എന്നെ വളർത്താനും ഒക്കെ കൈവന്നിട്ടുള്ളവരാണ് എല്ലാവരും. പരിചയമുള്ളവരും എല്ലാവരും മറ്റുദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും ഞാൻ എൻ്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് 1-2 കാര്യത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഞാൻ സാറിൻ്റെ അടുക്കൽ ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്തൊരു വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്താണ് മാരിടൈം സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ, ഹോർമീസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം 3500 കിലോമീറ്റർ അപ്പുറമാണ്. 38 കിലോമീറ്റർ മാത്രമുള്ള ഹോർമീസ് കടലിടുക്കിന്റെ അവിടത്തേക്കൊന്ന് അമർന്നപ്പോൾ ലോകത്തിന്റെ 71% മൊത്തം വെള്ളം കിടക്കുന്നതിനകത്ത് കേവലം 38 കിലോമീറ്ററുള്ള ഹോർമീസ് കടലിടുക്ക് ഒന്ന് അമർന്നപ്പോൾ ചായയുടെ വില 10-ൽ നിന്നും 12, 15, 18 പോയി. വ്യവസായ സ്ഥാപനങ്ങളിലും ബാക്കിയുള്ളിടത്തുമൊക്കെ ഇന്ധനങ്ങളുടെയും മറ്റിന്റെയും സ്കേഴ്സിറ്റി അന്താരാഷ്ട്ര തലം വരെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തിലേക്ക് കുലുങ്ങുവാൻ തുടങ്ങി. ലോകത്തുള്ള 195 രാജ്യങ്ങൾക്കകത്ത് 44 രാജ്യങ്ങൾക്കകത്ത് കടലില്ലാത്ത ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണെങ്കിലും ആ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിൽ ഉൾപ്പെടെയുള്ളവർക്കും അവകാശപ്പെട്ട കടലിനകത്തിലേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലായിടത്തും വില കൂടി. കേരളത്തിന്റെ എക്കോണമിയെയും കേരളത്തിന്റെ ജീവനാഡിയുമായിട്ട് നിൽക്കപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് മാതിരിയുള്ളിടത്തേക്ക് നമ്മുടെ സഹോദരങ്ങളുടെ ജോലിയും ബിസിനസ്സും എല്ലാം അസ്ഥിരത്വത്തിലേക്ക് മാറി. ഒരു 38 കിലോമീറ്റർ മാത്രമുള്ള ഒരു കടലിടുക്ക് തരുന്ന മെസ്സേജ് എന്താണ് ഓഷ്യൻ എക്കോണമിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നമ്മൾ അതുപോലെ തന്നെ വിഴിഞ്ഞം വന്നപ്പോഴും ഇപ്പോഴൊക്കെ BD സാറിനെ കുറിച്ചിട്ട് ഹോണറബിൾ CM അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വന്നേ, കൃത്രിമ വിവാദം അല്ലെങ്കിൽ അത്തരത്തിൽ വികസനത്തിന് വിരോധമായിട്ടുള്ള നമ്മൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന തരത്തിലേക്കുള്ള എന്താണ് പറയുന്നത്
വിമർശനം എന്നുള്ള പറഞ്ഞ എല്ലാം കോൺട്രവേഴ്സി ആക്കിയൊക്കെ മാറ്റുന്ന രീതി, ഹെൽത്തി ആയിട്ടുള്ള വിമർശനത്തെ, അത് നമ്മൾ ജോസഫ് മുണ്ടശ്ശേരി സാർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുപ്പയിൽ കുക്കുടം കൊത്തിപ്പറക്കുന്ന പോലെ ചെകഞ്ഞെടുത്തിട്ടായിട്ട് അതിനകത്തിലെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ആ ചെറിയ സ്ഥാനത്തെ എടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിമർശനം എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ MSCയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1971 തുടങ്ങിയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി ഇന്ന് നമ്മൾ പറയുന്നു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് MSC വന്നു, അല്ലെ മേഷ്ക് വന്നു, അല്ലെ CMSEG. 71 വന്നേക്കുന്ന ഒരു ഷിപ്പിംഗ് കമ്പനി കഴിഞ്ഞ 56 വർഷം കൊണ്ട് ലോക ചരക്ക് വ്യാപാരത്തിന്റെ 20% കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തി മുന്നോട്ട് വരുന്നു. എന്തുകൊണ്ട് മലയാളിക്ക് ഇതിന് പറ്റുന്നില്ല? നമ്മൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയുടെ ഒരു വലിപ്പമില്ലാത്ത ദുബൈയിലെ ജബലാലി തുറമുഖം 1971 10,000 20 ഫീറ്റ് കിക്കുകാലിന്റെ യൂണിറ്റ്സ് കൊണ്ട് തുടങ്ങിയത് ഇന്ന് 19.75 ദശലക്ഷം കണ്ടെയ്നർ ഒറ്റ പോർട്ട് മാത്രം, ജബലാലി പോർട്ട് മാത്രം. അവിടെ അബുദാബി പോർട്ടുണ്ട്, ഖലീഫ പോർട്ടുണ്ട്, ഷാർജ പോർട്ടുണ്ട്, ഹമരിയ പോർട്ടുണ്ട്, കോർഫക്കാൻ പോർട്ടുണ്ട്. ഇത്രയും വരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പോസിറ്റീവ് എനർജി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമുക്കങ്ങ് വിമർശനം എപ്പോഴെങ്കിലും ഇത്തരത്തിലേക്കാണ് എന്നുള്ളത് പറയും. 1964 തൊട്ട് നമ്മൾ സിംഗപ്പൂർ എന്ന് പറയും. നമ്മൾ എപ്പോഴാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറി ചിന്തിക്കണം. ഒരൊറ്റ ഭരണകർത്താവ് വിചാരിച്ചാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ അമേരിക്കയിലെ ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണകർത്താവ് വിചാരിച്ച, അല്ലെങ്കിൽ ഇസ്രയേൽ, അല്ലെങ്കിൽ പാലസ്തീൻ, അല്ലെങ്കിൽ ഇറാൻ, ഒരു ഭരണകർത്താവ് വിചാരിച്ചാൽ പോലും ലോകം കുലുങ്ങുന്ന അവസ്ഥയാണ്. നമ്മുടെ ഉറവിടത്തിൽ നമുക്ക് നിൽക്കണം. അതിനുവേണ്ടിയാകട്ടെ നമ്മളുടെ ഈ മുന്നോട്ട് പോക്ക്. അവിടെയാണ് ഈശ്വരൻ നമുക്ക് തന്ന ഒരു നിധി. അല്ലെങ്കിൽ ഞാനതിനെ കാണുന്നത് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് ഞാനതിനെ കുറിച്ച് കാണുന്നത്. കാരണം 30 വർഷം കൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതാണ് പറഞ്ഞെന്ന് പറഞ്ഞത്. ഈ ഇപ്പൊ പലരുടെയും ധാരണ ഇത് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഈ വിഴിഞ്ഞത്തിന്റെയൊക്കെ പ്രശ്നം വന്നപ്പം ഞാൻ പറഞ്ഞില്ലയോ, വർഷങ്ങൾക്ക് മുമ്പേ വിഴിഞ്ഞത്തെ കുറിച്ചും അതിന്റെ കാഴ്ചപ്പാടുകളുള്ള ഒരു ദീർഘവീക്ഷണ മനുഷ്യനായിരുന്നു ഈ നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഒരു തുറമുഖ വ്യവസായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലവിലുള്ള മന്ത്രിസഭ പരിപൂർണമായ പിന്തുണയാണ് നൽകുന്നത് എന്നാണ്. ഇതിന് പിന്നാലെയാണ് കേരള സമുദ്ര മിഷൻ എന്നുള്ള ആശയം മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.